സീപ്ലെയിൻ വിഷയത്തിൽ ആലപ്പുഴ CPM-നെ തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ്. ഡാമിൽ സീപ്ലെയിൻ ഇറങ്ങുന്നതിൽ തെറ്റില്ല, പദ്ധതികൾ അവതാളത്തിലാക്കിയത് UDF ഭരണകാലത്തെന്നും മന്ത്രി. സീപ്ലെയിനെ എതിർത്ത് ആലപ്പുഴ CPM-ഉം CPI-യും രംഗത്തെത്തിയിരുന്നു. സീപ്ലെയിൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇത് ഡാമിലാണ്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്, എയർപോർട്ടും ഡാമും കേന്ദ്രീകരിച്ചാണ്. ഇനി കായലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്ത് കൊണ്ട് മാത്രമേ നടപ്പിലാക്കിയുള്ളൂ. മുമ്പത്തെ സീപ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആയിരുന്നു, UDF-ന്റെ സീപ്ലെയിൻ. ഡാമുകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു തൊഴിലാളി സംഘടന ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ പറഞ്ഞത് തീർത്തും ശരിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, സീപ്ലെയിൻ വിഷയത്തിൽ ആലപ്പുഴ CPM-നെ തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആശയക്കുഴപ്പവും നിലപാടിലെ അവ്യക്തതയും സീപ്ലെയിനെ സംബന്ധിച്ച് CPM-ൽ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും രോഹിണി, ഈ സീപ്ലെയിൻ പദ്ധതി വിഷയത്തിൽ രണ്ട് തരത്തിലാണ് ഇപ്പോൾ CPM ഉള്ളത്. കാരണം ആലപ്പുഴ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതിയെ എതിർപ്പ് അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ അവർ എതിർപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ ആലപ്പുഴ ജില്ലാ ഘടകത്തെ തള്ളിയാണ് ഇപ്പോൾ ടൂറിസം മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് രംഗത്ത് എത്തിയിരിക്കുന്നത്. ഈ സീപ്ലെയിൻ പദ്ധതി നിലവിൽ ഒരു സംസ്ഥാന സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. നിലവിൽ ഈ സീപ്ലെയിൻ ഡാമിൽ ഇറക്കുന്നതിൽ വലിയ പ്രശ്നമില്ല, ഇത് കായലിൽ ഇറക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ തന്നെ തൊഴിലാളി സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കായലിൽ ഇറക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ രീതിയിൽ പദ്ധതിയുമായി ഈ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നും അദ്ദേഹം പറയുന്നു. നിലവിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ സീപ്ലെയിൻ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിൽ വലിയ ഒരു എതിർപ്പ് തന്നെയാണ് ആലപ്പുഴയിൽ ഉള്ളത്. പ്രത്യേകിച്ച് CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. 2013 UDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ CITU-യും അതോടൊപ്പം തന്നെ UDF-ന്റെ തൊഴിലാളി സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. അന്ന് അഷ്ടമുടിക്കായലിൽ നിന്നും ഈ പദ്ധതിയുടെ ഭാഗമായി ചെറു വിമാനം ആലപ്പുഴയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയ സമയത്ത് പോലും ഇവിടെ ഈ വിമാനം ഇവിടെ ലാൻഡിംഗ് ചെയ്യുന്ന ആ സ്ഥലത്ത് ചെറുവള്ളങ്ങൾ അടുപ്പിച്ചും അതോടൊപ്പം തന്നെ വലവിരിച്ചും എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അന്ന് UDF-ന്റെ തൊഴിലാളി സംഘടനയും അതോടൊപ്പം തന്നെ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പദ്ധതിയുമായി വീണ്ടും LDF സർക്കാർ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന LDF ഇതിനെ എതിർക്കുകയും ഇപ്പോൾ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയും ചെയ്യുമ്പോൾ LDF-ന് ഉള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗം വലിയ എതിർപ്പാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ രണ്ട് തട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. LDF-നുള്ളിൽ തന്നെ ഉള്ളത് CPI-യും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. രോഹിണി, ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.